സൗദിയിൽ റിയാദിലാട്ടോ ഞാനുള്ളത്. അപ്പോൾ റിയാദിലുള്ളവരൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. ഇന്നലെ ഞാൻ ജോലി കഴിഞ്ഞ് റൂമിലെത്തുമ്പോൾ ഞങ്ങളൊരു ഹാള് പോലെയാണ്. ആ ഹാളിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 3 റൂം അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ വർക്ക് കഴിഞ്ഞ് റൂമിൽ പോകുമ്പോൾ ആദ്യത്തെ റൂം എന്ന് പറഞ്ഞാൽ ഒരു ഷീറ്റ് കൊണ്ടൊക്കെയുള്ള റൂമാണ്. എന്താ കറക്റ്റ് മെറ്റീരിയൽ എന്നറിയില്ല. അത് കട്ട് ചെയ്തിട്ട് കള്ളന്മാരകത്ത് വരുന്നുണ്ട്. അത് കയറി മൊത്തം വലിച്ചിട്ടിട്ട് എന്താ അവർ പൈസ തപ്പുകയാണ്. അതിൻ്റെ അകത്ത് ഫോൺ ഉണ്ടായിരുന്നു, മറ്റ് പല സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊന്നും കൊണ്ടുപോയിട്ടില്ല. പിന്നെ അതിന് ശേഷം ഞങ്ങളെ റൂമിലെത്തി. ഞങ്ങളെ റൂമെന്ന് പറഞ്ഞാൽ സാധാ ചുമരിൻ്റെ മറ്റേ പോലെ ഷീറ്റല്ല, ഫുള്ള് ചുമര കൊണ്ടൊക്കെ ഉള്ള ഇതാണ്. എങ്ങനെ കയറാൻ വഴിയില്ല. പക്ഷെ അവരെന്ത് ചെയ്തു, എ സി തുറന്നതിന് ശേഷം എ സി കുത്തി തുറന്നതിന് ശേഷം എ സി അകത്തോട്ട് തള്ളിയിട്ടു. എന്നിട്ട് ആ ഹോളിലൂടെ അകത്ത് കയറി മൊത്തം വലിച്ചു പറിച്ചിട്ട് ഞാൻ എന്താ വെച്ചാൽ ഇന്നലെ പറ്റിയെന്ന് വെച്ചാൽ പേഴ്സ് എടുക്കാൻ മറന്നായിരുന്നു. പേഴ്സ് റൂമിൽ ഷൂന്നു. അപ്പം അതിനകത്തുള്ള പൈസ പോയി. ചെറിയ പൈസ ഉള്ളായിരുന്നു, അത് പോയി. പിന്നെ പേഴ്സ് അവർ കൊണ്ടുപോയിട്ടില്ല. അതിനകത്തുള്ള പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ പാസ്പോർട്ട് റൂമിലായിരുന്നു, അതും അവിടെ തന്നെ ഉണ്ട്. പക്ഷെ എൻ്റെ കട്ടിലിൻ്റെ അടിയിൽ ഒരു പെട്ടി ഉണ്ടായിരുന്നു, പിന്നെ ഒരു ബാഗും ഉണ്ടായിരുന്നു. ഒരു ട്രാവലിംഗ് ബാഗും ഉണ്ടായിരുന്നു, ഒരു പെട്ടി ഉണ്ടായിരുന്നു. ഇത് മൊത്തം അവർ മൊത്തം കുടഞ്ഞു. ഞാൻ റൂമിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ ഞങ്ങൾ റൂമിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ നമ്മൾ കയറുന്ന ഭാഗത്ത് കൂമ്പാരാക്കി കൂട്ടിയിട്ടിരിക്കുക നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ. അതായത് നമ്മൾ അലക്കാട്ട ഡ്രസ്സ്, മറ്റു ഡ്രസ്സുകളിലൊക്കെ പോക്കറ്റിലും വല്ല ചില്ലറ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് എൻ്റെ പേഴ്സിൽ ചില്ലറ പൈസ വരെ ഉണ്ടായിരുന്നു, അത് വരെ അവർ കൊണ്ടുപോയി. പിന്നെ എൻ്റെ റൂമിനകത്ത് ഒരു ഐപാഡ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഗോപ്രോ ഉണ്ടായിരുന്നു, മറ്റു കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും കൊണ്ടുപോയിട്ടില്ല, പൈസ മാത്രം പോയി. പിന്നെ വേറെ റൂമിൽ നിന്ന് ഇതേപോലെ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, അത് കൊണ്ടുപോയി. പക്ഷേ എല്ലാ റൂമിലും പലവരെയും ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒന്നും കൊണ്ടുപോയിട്ടില്ല. ഫോണൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഒരു സ്ക്രൂ ഡ്രൈവർ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ കൊണ്ട് അവർ വന്നത്, അതുകൊണ്ടെല്ലാം കുത്തി തുറന്ന്. അതുപോലെ ഞങ്ങൾ ഡോറിൻ്റെ ലോക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ അവർ പൊട്ടിച്ചിട്ട് അതിലൂടെ പുറത്തിറങ്ങി അതിലൂടെ വേറെ റൂമിലേക്ക് പോകാൻ പറ്റും, അങ്ങനെ അങ്ങോട്ട് കയറി. അങ്ങനെ എന്തായാലും ഇന്നലെ ആകെ റൂമിലേക്കാണ് കയറിയിരുന്നപ്പോൾ ആകെ ഷോക്ക് ചെയ്തു. പിന്നെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും അവർ എടുത്തിട്ടില്ല. അവർ പൈസ മാത്രമേ എടുത്തുള്ളൂ. പൈസ ചെറിയ പൈസ ഉണ്ടായിരുന്നുള്ളൂ, അത് മാത്രമേ അവർ എടുത്തുള്ളൂ. എന്തായാലും ഇവിടെയൊക്കെ താമസിക്കുന്നവർ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, രാവിലെ ജോലിക്ക് പോകുമ്പോൾ വിലപിടിപ്പുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമ്പനിയിലേക്ക് എടുത്ത് പോവുക, വൈകിട്ട് വരുമ്പോൾ തിരിച്ചു കൊണ്ടുവരിക. അങ്ങനെ സൗദി റിയാദ് ഭാഗത്തുള്ളവരൊക്കെ സൂക്ഷിക്കുക.